മന്ത്രി ജി സുധാകരൻ വാച്ചു കെട്ടാത്തത് AK ആന്റണിയെ പോലെ ആദർശത്തിൻ്റെ അസ്കിത കൊണ്ടല്ല, അടിയന്തരാവസ്ഥയുടെ ഓർമ്മ നിലനിർത്താനാണ്. ആലപ്പുഴ ജില്ലാ ജയിലിലെ തടവുകാരോട് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തി. അടിയന്തരാവസ്ഥ എങ്ങനെയാണ് തല്ലിയതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായ ഒരു പ്രകടനം നടത്തി. അപ്പോൾ തലേ ദിവസമേ രഹസ്യ പോലീസ് സേനകൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് പോകരുത്, വെടിവെക്കുമെന്ന് തീരുമാനം കണ്ണാന സാറാണ് ആഭ്യന്തരമന്ത്രി, സകല പ്രതികാരം സാറ് വിട്ടു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കുട്ടികളോട് പറഞ്ഞു, ഞങ്ങളുടെ 23 പേരെ പോകുന്നുള്ളൂ, ബാക്കി ആരും പറഞ്ഞു. പക്ഷേ ഒരു കുട്ടിയും പോകത്തില്ല. നിർബന്ധിച്ച് എല്ലാവരും ഒഴിവാക്കുന്ന 23 പേര്. പഴയ സ്പെൻസർ ജംഗ്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് അടച്ചിരിക്കുക യൂണിവേഴ്സിറ്റി കോളേജിൽ. ഞങ്ങൾ ഇറങ്ങി അടിയന്തരാവസ്ഥ അറബിക്കടന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യമൊക്കെ വിളിച്ച്, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടൊക്കെ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് വടക്കേ ഗേറ്റ് കഴിഞ്ഞു, ഞങ്ങൾ തെക്കേ ഗേറ്റ് ചെന്നു. അപ്പോൾ വലിയൊരു 10-50 പേരെ നിറയ്ക്കാവുന്ന വലിയൊരു പോലീസ് വണ്ടി വന്നു. ഓരോരുത്തരെയും പിടിച്ചകത്ത് ഗേറ്റ് ബന്ധം അടിയാൻ തുടങ്ങി. അകത്തോട്ട് അടിച്ചു. അവസാനം എന്നെ ഒന്നും ചെയ്തില്ല. അകത്തുകൊണ്ട് ഇറക്കിയ പുറകെ മുഴുവൻ ആളെ അടിച്ചു. അപ്പോഴും എന്നെ അടിച്ചില്ല. അപ്പോൾ ഓരോരുത്തരെ അടിച്ച രീതിയാണ് ഞാൻ ആലോചിക്കുന്നത്. 8 മേശയും 8 ബെഞ്ചും 16 പോലീസ്, ഓരോന്നും രണ്ടറ്റത്ത് ഓരോ മേശയ്ക്ക് 2 പോലീസ്. ഈ 16 പേരും അടിക്കും ഒരാളെ. അവസാനം എന്നെയും തല്ലി. അപ്പം മാത്രമേ തന്നെയുള്ളൂ. അടിയോ ചവിട്ടോ എൻ്റെ കണ്ണാടി അങ്ങ് പോയി. ഒരു വാച്ച് ഉണ്ടാവും. പിന്നെ ഞാൻ വാച്ച് കെട്ടിയിട്ടില്ല. ആ വാച്ച് പോയതിന് ശേഷം ഞാൻ പിന്നെ വാച്ച് കെട്ടിയിട്ടില്ല. ഒരിക്കലും ഞാൻ വാച്ച് കെട്ടി. പക്ഷേ സമയത്തിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയാം, എന്നാൽ ഞങ്ങളെ എല്ലാം ലോക്കപ്പിൽ പച്ചവെള്ളം നിന്നില്ല. രാത്രി 11 മണിക്ക് പച്ചവെള്ളം. ജയിലിലെ ഗോതമ്പുണ്ടയുടെ രുചി മന്ത്രിയുടെ നാവിൽ ഇപ്പോഴുമുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ അത്യന്തം വശ്യമായൊരു മണം വരും എൻ്റെ അടുക്കളയിൽ നിന്നാണ്. അവിടെ മൊത്തം ജനറൽ ജയില് വരും. ട്രിവാൻഡ്രം സാമ്പാറിൻ്റെ ഉണക്കമീൻ കറി, ഇതുപോലൊരു സൗരഭ്യം ഒരു മീൻ കറിക്കും. അത് ഉണക്കമീനാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല സാമ്പാർ വെക്കുന്ന ആളായിരുന്നു എൻ്റെ അമ്മ, എൻ്റെ ഭാര്യയും വെക്കും. എന്നാലും ഈ ഒരു മണം പ്രത്യേകമാണ്. അതൊരു 11 മണിക്ക് അതൊരു 12:30 വരെ. 12:00-ക്കാണ് ഭക്ഷണം തരുന്നത്. അപ്പോൾ 12:30 ആകുമ്പോൾ ഭക്ഷണം വരും. ഗോതമ്പുണ്ട, ഉമിയെല്ലാം. ഇപ്പം ഉമിയൊന്നുമില്ല. ഇപ്പോൾ ഗോതമ്പുണ്ടേ ഇല്ല. അന്ന് ഗോതമ്പുണ്ട മാത്രമേ ഉള്ളൂ, ദോശയൊന്നുമില്ല. മൊത്തം ഉമിയാണ്. അപ്പോൾ ഈ ഗോതമ്പുണ്ടയുടെ വലിപ്പം കുറഞ്ഞു വരും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ സരസരായ ഒരാളുണ്ടായില്ല, ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ ചെയർമാനായിരുന്ന, ഇപ്പോൾ ഹൈക്കോടതി അഡ്വക്കേറ്റായ തോമസ് അബ്രഹാം. അദ്ദേഹം ഒരു കവിത എഴുതി, ഗോതമ്പുണ്ടേ നമ ഗോതമ്പുണ്ടേ, ഗോതമ്പ് ഒരു എത്ര പോയി. എന്നിട്ട് അടുത്ത വരി, ഗോതമ്പുണ്ടേ നമ ഗോതമ്പുണ്ടേ, ഒന്നായ നിന്നേക രണ്ടായിട്ട് മുറിച്ചതാണ് ഒരു ഗോതമ്പുണ്ട്. നിന്നെ രണ്ടായ കണ്ടതിലുണ്ടായ രുണ്ടൽ പത പറയാതെ 9 വരികളൊരു കവിത. ഞങ്ങൾ ഉച്ചത്തിൽ വരുമ്പോൾ ഈ പോലീസ് വന്നിട്ട് അതിൻ്റെ കമ്പിളിട്ട് അടിക്കും ഇങ്ങനെ. അപ്പോൾ ഞങ്ങളൊക്കെ നിർത്തും. നീതിന്യായത്തെക്കുറിച്ചുള്ള ഒരു ആപ്തവാക്യമുണ്ടല്ലോ, മന്ത്രിക്ക് യോജിപ്പില്ലാത്ത ഒന്ന്. വലതുപക്ഷ നിയമത്തിന് തന്നെ ഒരു തകരാറുണ്ട്. ലോകം മൊത്തം ഉള്ളതാണ്. നൂറ്റാണ്ടുകളായുള്ള തകരാറാണ്. ഇപ്പോഴും മാറ്റിയിട്ടില്ല. എന്താ? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി, 1000 കുറ്റവാളി രക്ഷപ്പെട്ടോട്ടെ എന്നാണ്. അതാണ് നിയമം. 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നിരപരാധി മാത്രമേ പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. കുറ്റവാളികൾ 1000 കുറ്റവാളി രക്ഷപ്പെട്ടോട്ടെ എന്ന് പറയുന്നതിന് തെറ്റല്ലേ? ഇനി തടവുകാർക്കുള്ള ഉപദേശം. ഒരാളെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നു. ആ മോഷ്ടിച്ചാണ് നഷ്ടപ്പെടുന്ന അയാളുടെ സ്വത്താണ്. അയാൾ എങ്ങനെ ജീവിക്കും? സാധാരണക്കാരാണെങ്കിൽ അവർ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് സമ്പന്നൻ്റെ വീട്ടിൽ കയറി കൊള്ളയടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നൊന്നും ഞാൻ പറഞ്ഞ അർത്ഥമില്ല. പത്രക്കാരെ എഴുതി വെച്ചിടരുത്. അങ്ങനെയാണ് വലിയതുകൊണ്ട് അങ്ങനത്തെ എഴുതും. ഞാൻ പറയുന്നത് അർത്ഥം അതല്ല. ഇവരെങ്ങനെ ജീവിക്കും? പെൻഷൻ വാങ്ങി വെച്ചിരുന്ന ഒരാൾ അതെല്ലാം അടിച്ചോണ്ട് പോയി. പെൺമകളെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ സ്വർണ്ണം വാങ്ങിച്ചു വെച്ചിരുന്നു, അതടിച്ച് എങ്ങനെ ജീവിക്കും? ഇത് മനസ്സിലാക്കും. അപ്പം നമ്മളെപ്പോലുള്ള അവകാശമുള്ള പൗരന്മാരെ നമ്മൾ ഉപദ്രവിക്കുന്നു, ശാരീരികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികം. അത് തെറ്റാണ്. ജയിൽ തറവാടാക്കുന്നവരെ കുറിച്ച് മന്ത്രിയുടെ നിരീക്ഷണം. ചെയ്ത് അടങ്ങുന്നു നടക്കുന്ന ജയിലിൽ വരുന്നതാണ് ഇഷ്ടം. കാരണം സൗകര്യം കൂടുതലോറും പ്രശ്നമില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ജയിലിൽ വരണം. എന്നെ ജയിലിലോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്പലത്തിൽ പോയിട്ട് അടിയും പിടിയൊന്നുമില്ലല്ലോ പലയിടത്തും. പോലീസുകാരൊക്കെ സുഹൃത്തുക്കളായിരിക്കും. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കണം. ഇറങ്ങിപ്പോയിട്ട് നല്ല നല്ല കാര്യങ്ങളിലൊക്കെ മടങ്ങുക. ഇവിടെ പാട്ട് പാടുന്നവരുണ്ട്, പടം വരയ്ക്കുന്നവരുണ്ട്, അഭിനയിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ടാവും, ഉണ്ടാതിരിക്കുന്നവരുണ്ടാവും. ശാന്തമായിട്ട് എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ. ഈ ലോകം വിട്ടാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെയുള്ളവരൊക്കെ എൻ്റെ ബന്ധുക്കളാ. സാറിനറിയോ, സാറിന് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. ജയിലിൽ വരുന്ന കുറ്റവാളികൾ പലരും
അവിടെ വരേണ്ടവരല്ല. അവരുടെ കഴിവുകൾ സമൂഹം പ്രയോജനപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് മികവുള്ള കള്ളന്മാരായി അവർ മാറിയതത്രേ. മോഷണകലയിലെ നമ്മുടെ എല്ലാം ട്രെയിനർ ഡോക്ടർ ബെഞ്ചമിൻ ഡി ഫ്രാങ്ക്ലിൻ. ഈ ജയിലിൽ വരുന്നവർക്ക് സർഗാത്മകത കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് ഞാൻ. കാരണം എന്തെങ്കിലും ചെയ്യണം അവർക്ക്. ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് അവരൊന്ന് ചെയ്യും. പൂട്ട് പൊളിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പൊളിച്ച് അവർ കാര്യം സാധിക്കും. ഒരു പാടിച്ച അതാണ് ആ കൃത്യതയാണ് സാങ്കേതികത. ശ്രദ്ധ, അതാണ് ഒരു കള്ളന് വേണ്ട ആദ്യ ഗുണം. ഏത് കാര്യം ചെയ്താലും കൃത്യമായിട്ട് ചെയ്യുന്നവരാണ്. അതൊരു കഴിവാണ്. ആ കഴിവ് ഗവൺമെന്റിന് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. അവർ ജോലിയൊന്നും കൊടുത്തില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ കള്ളൻ മുതുകാരനെ പോലെ നല്ലൊരു മാജിക്കാരനായിരിക്കണം, സാംബശിവനെ പോലെ നല്ല വാചാലനായിരിക്കണം. സമൂഹത്തിന് അവിടെ കഴിവ് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. രാത്രിയിലെല്ലാം കൃത്യമായി അവർ കണ്ണു കാണും. രാത്രി അവർക്ക് കണ്ണു കാണും ഈ കൃത്യം നടത്തുന്നവർക്ക്. അതൊക്കെ ഒരു പ്രത്യേക കഴിവാണ്. ബുദ്ധി തന്നെ ശരിക്കും പ്രവർത്തിക്കും. വാദവും ഒന്നുമില്ല, കൃത്യമായിട്ട് ചാടുകയും മറിയുകയൊക്കെ ചെയ്യും. മതിൻ്റെ മേളോ മരത്തിൻ്റെ മേളോ എന്ത് വെള്ളം ചെയ്യും. അതെല്ലാം ഒരു കഴിവാണ്. ഇതെല്ലാം ശരിയായ കാര്യത്തിലാണെങ്കിൽ സ്പോർട്സ്മാൻമാരുടെ സമ്മാനമെല്ലാം ലോകത്ത് നമ്മുടെ ജയിലിൽ താമസിക്കുന്നവരായിരിക്കും. പി ടി ഉഷയെ പോലെ ഓടാനും ചാടാനും പറഞ്ഞിരിക്കണം. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.